നമുക്കിന്ന് ഇലക്ട്രിക് ഈൽ എന്ന മത്സ്യത്തെക്കുറിച്ച് അറിയാം. ഈൽ എന്ന വാക്കിനർത്ഥം ആരൽ, മലിഞ്ഞൽ മത്സ്യം എന്നൊക്കെയാണ്. നീളത്തിൽ വഴുവഴുപ്പുള്ള ശരീര സവിശേഷതയാണ് ഈ മത്സ്യങ്ങൾക്ക്. ഇക്കാരണത്താൽ ഇവയെ ജലസർപ്പം എന്നും വിളിക്കാറുണ്ട്. ആരലുകളുടെ വർഗത്തിൽപ്പെടുത്താവുന്ന ഒരുതരം മീനാണ് ഇലക്ട്രിക് ഈൽ. ജലസർപ്പം എന്ന് വിളിക്കപ്പെടുന്ന സാധാരണ ആരലുകൾ വിഷം വമിക്കാറില്ല. എന്നാൽ ഇലക്ട്രിക് ഈലുകൾ അങ്ങനെയല്ല. ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കും അഥവാ ഷോക്ക് അടുപ്പിക്കും. ഇവയ്ക്ക് 600 വാട്ട്സ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നറിയാമോ? കളിക്കാൻ ചെന്നാൽ മുട്ടൻ പണിയാണ്. എങ്ങനെയാണ് ഈലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നറിയണ്ടേ? ഇലക്ട്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക സെല്ലുകളാണ് ഇലക്ട്രിക് ഈലുകളെ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ബാറ്ററികൾ അട്ടിവെച്ചതുപോലെ ഇവ ശരീരത്തിലുണ്ട്. ഇലക്ട്രിക് ഈലുകളുടെ 3 വ്യത്യസ്ത അവയവങ്ങളിൽ ഇത്തരം ബാറ്ററി സന്നാഹമുണ്ട്. ഈ ഇലക്ട്രോസൈറ്റുകളിലൂടെ അതിവേഗം സോഡിയം അയൺ കടത്തിവിട്ടാണ് ഈലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്രയും ശക്തമായ വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്കാകും. ഈലുകൾ മനുഷ്യരെ കരണ്ടടിപ്പിച്ച് കൊന്നിട്ടുണ്ടോ? മനുഷ്യർ ഈലുകളിൽ നിന്ന് കരണ്ടടിച്ച് മരിച്ചതായി അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ ഒരാളെ കൊല്ലാനുള്ള അളവിൽ വൈദ്യുതി പുറപ്പെടുവിക്കാൻ അവയ്ക്കറിയാം. വെള്ളത്തിൽ വെച്ച് ഇത്തരം ഷോക്ക് ലഭിക്കുന്നയാൾ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണത്തിൽ പേശികൾ തളർന്നോ മറ്റോ മുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെയാണ്. ഈലുകൾക്ക് സ്വന്തം ഷോക്ക് അടിക്കുമോ? ഇവ തങ്ങളെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കാറില്ല, അഥവാ അതിന് കഴിയില്ല. കാരണം ഷോക്കിനെ ചെറുക്കുന്ന തരത്തിലുള്ള കൊഴുപ്പിനാൽ ആവൃതമാണ് ശരീരത്തിൽ ഇതര അവയവങ്ങളെല്ലാം. വാലിലാണ് ഷോക്ക് അടുപ്പിക്കുന്ന അവയവമുള്ളത് എന്നതിനാൽ ഇത് തലയുടെ ഭാഗത്തേക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറയുന്നു. ചെറുമീനുകളെ ഷോക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയെ അവർക്ക് പുറപ്പെടുവിക്കേണ്ടി വരാറുള്ളൂ. വലിയ ഷോക്ക് പുറത്തുവിടേണ്ടി വരുന്നത് അപൂർവമാണ്. അത് ആക്രമണം നേരിടുമ്പോൾ മാത്രമാണ് പുറപ്പെടുവിക്കുക. മറ്റെന്തിനൊക്കെയാണ് ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത്? ഈ ഇലക്ട്രിസിറ്റി സംവിധാനം ശരീരത്തിൽ കൊണ്ടു നടക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇരതേടൽ തന്നെയാണ്. അടുത്തുള്ള വസ്തുക്കളെയും ചെറുമീനുകളെയുമെല്ലാം തിരിച്ചറിയാൻ ചെറിയ തോതിലുള്ള വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നതിലൂടെ കഴിയും. വേട്ടക്കിറങ്ങുമ്പോൾ കുറെ കൂടി വലിയ വൈദ്യുതി തരംഗങ്ങൾ പുറത്തുവിടും. ആക്രമണത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ പുറത്തുവരുന്ന വൈദ്യുതി അതിശക്തമായിരിക്കും.